ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നത്. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് അപേക്ഷിക്കുന്ന നിരവധി പേർക്കാണ് ഒരു വർഷത്തിൻ്റെ ഇടയിൽ ജോലി ലഭിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ അറിവിൽ ജോലി അന്വേഷിക്കുന്ന ഡിഫൻസ് ഫീൽഡ് ആവട്ടെ, SSC ആവട്ടെ, RRB ആവട്ടെ, അല്ല മറ്റേതെങ്കിലും സെക്ടർ ആവട്ടെ, ഇതിലേക്ക് തിരിയാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇത് എൻ്റെ മാത്രം വാക്കുകളല്ല, ഒരുപാട് പേര് ജോലി ലഭിച്ചവർ പറയുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ആൾക്കാരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ തരുന്നതായിരിക്കും. എനിവേ, ഇപ്പോൾ നേവിയിലേക്ക് വരാൻ പോകുന്ന ജോബിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ നേവിയിലേക്ക് ഉടനടി വിളിക്കാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷൻ, SSCയിലേക്കാണ് അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. ഇൻ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് ജൂൺ 2025 കോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് 29 ഡിസംബർ 2024 അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 10th ജാനുവരി 2025 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് 10 ജനുവരി 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ INA ഏഴിമല കേരള, നമ്മളെ കണ്ണൂരുള്ള നാവൽ അക്കാഡമിയിലേക്കാണ്. നമ്മുടെ കണ്ണൂരുള്ള നാവൽ അക്കാഡമി, ഏഴിമലയുള്ള നാവൽ അക്കാഡമിയിലേക്കാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുക. അവിടെ ജൂൺ 2025 നിങ്ങളുടെ ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവും. അവിടെ വെച്ചായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ ലഭിക്കുക. കേരളത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് SSC എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 2 ജൂലൈ 2000 അതുപോലെ തന്നെ 1 ജാനുവരി 2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2 ജൂലൈ 2000 അതുപോലെ തന്നെ 1 ജാനുവരി 2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കടക്കുകയാണെങ്കിൽ എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് 60% മാർക്കോട് കൂടി ഇംഗ്ലീഷ്, അത് 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2ലോ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് വൺ ഓഫ് ദി അണ്ടർ മെൻഷൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിത്ത് 60% മാർക്ക് ഓൾ ഓവർ ക്വാളിഫൈങ് മാർക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2ലോ ഇംഗ്ലീഷിൽ 60% മാർക്കിൻ്റെ കൂടെ ഇതിൻ്റെ അടിയിൽ പറയുന്ന യോഗ്യത കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അടിയിൽ പറയുന്ന യോഗ്യത എന്ന് പറയുന്നത് ഒന്നാമത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് MSc പറയുന്നുണ്ട്, അല്ലെങ്കിൽ BE BTech പറയുന്നുണ്ട്, MTech പറയുന്നുണ്ട്. അത് ഏതിലാണ് വേണ്ടത് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുമല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, സോഫ്റ്റ്വെയർ സിസ്റ്റം, അതുപോലെ സൈബർ സെക്യൂരിറ്റി, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡാറ്റ അനാലിസിസ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ യോഗ്യത മതി. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് MCA വിത്ത് BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായാലും മതി. അപ്പോൾ 15 വേക്കൻസി നിലവിലുണ്ട്. മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാൻ സാധിക്കും. 29 ഡിസംബർ 2024 അപേക്ഷ തുടങ്ങിയ 10 ജനുവരി 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. NCCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കി മനസ്സിലാക്കാം. എനിവേ, ഇതിൻ്റെ ഒരു ചുരുക്ക രൂപം എന്ന് പറയുന്നത് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് SSB ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നവർക്ക് ഈ ഒരു ജോലിയിലേക്ക്, അതായത് ഇൻ്റർവ്യൂ പാസ്സായി ഫൈനൽ ലിസ്റ്റിൽ വരുന്നവർക്ക് ഈ ജോലിയിലേക്ക് കയറാൻ സാധിക്കും. ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷ തുടങ്ങിയിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അപേക്ഷിക്കുന്ന ലിങ്ക് താഴെ കൊടുക്കാത്തത്. അപേക്ഷ തുടങ്ങിയിട്ടില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.